മറ്റാരുണ്ട് LDF അല്ലാതെ? അതിപ്പോൾ നമ്മൾ ഒരു പ്രവചനത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഏതായാലും നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചു വരും. ആ ഇല്ലില്ല, ഞങ്ങൾ 25 ലക്ഷം രൂപ ആദ്യം കൊടുത്തത് മാത്രമേ ഉള്ളൂ. പിന്നീട് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് എല്ലാ വീടുകളിലും കയറി സ്ക്വാഡായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകണം എന്ന് പറയും. അതിൻ്റെ QR കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കുകയും അവരെ കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം നൽകാൻ ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുകയുമാണ് ഞങ്ങളുടെ സ്ക്വാഡ് മുഴുവൻ ചെയ്തത്. ഞങ്ങൾ സ്വയം ഫണ്ട് പിരിച്ചില്ല, അതിനുവേണ്ടി ഫണ്ട് പിരിച്ചിട്ടില്ല. ഭൂരിപക്ഷം സർവേയും നമ്മൾ ചിത്രത്തിലേ ഉണ്ടാവില്ല എന്നാണ്. അത് മനോരമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉന്നം പോലെയായിരിക്കും. നിങ്ങൾ അല്ല, അതായത് ഇങ്ങനെ ഈ LDF ഇതാ ജയിക്കാൻ പോവാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് ഈ സർവേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 100% സർവേ ആണ് ശരി എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എനിക്ക് അന്നുമില്ല ഇന്നുമില്ല. പക്ഷേ അന്ന് പറഞ്ഞത് ഇവിടെ യാതൊരു സാധ്യതയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല എന്നാണ്. ഇന്ന് പറഞ്ഞത് അല്പം മുൻതൂക്കം LDFനുണ്ട് എന്നാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കിത് രണ്ടും അല്ലെങ്കിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ കേരളത്തിൽ തിരിച്ചു വീണ്ടും അധികാരത്തിൽ വരാൻ സാധിക്കുന്ന ഭൂരിപക്ഷത്തിലേക്ക് വരാൻ പോവുകയാണ്. അതാ പറഞ്ഞത്. ഒറ്റ സീറ്റും പിടിക്കില്ല. അത് പ്രവചനമൊക്കെ പലതും നടക്കും. ആ പ്രവചനത്തിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല. ഇവിടെ BJP ജയിക്കുമെന്ന് പറയുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾ തന്നെ പറഞ്ഞത് 3-4 മണ്ഡലങ്ങളാണ് അല്ലേ? ആ 3-4 മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്താണ് 3 മണ്ഡലം പറയുന്നത്. ആ 3 മണ്ഡലത്തിലും BJP ജയിക്കില്ല. പിന്നെ ഇനി BJP ജയിക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ട് മാത്രമേ ജയിക്കുള്ളൂ. കോൺഗ്രസ് BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്താൽ മാത്രമേ ജയിക്കുള്ളൂ. മഞ്ചേശ്വരത്ത് കാണുന്നത് എന്താ പറഞ്ഞാൽ, അവിടെ STPയുടെ സ്ഥാനാർത്ഥിയെ ലീഗ് നേതൃത്വം തന്നെ ഇടപെട്ടിട്ടാണ് അവരുടെ സ്ഥാനാർത്ഥിത്തെ പിൻവലിച്ചത്. അപ്പോൾ അവിടെ BJP ജയിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള നിലപാട് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP ജയിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് കേരളത്തിലെവിടെയും. ഒരു കളങ്കമില്ല ഞങ്ങൾക്ക് എന്ത് കളങ്കോ? ഒരു കളങ്കമില്ല. ഞങ്ങൾ കൃത്യമായ LDF എന്ന രീതിയിലാണ് മത്സരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അതിൽ നിങ്ങളെങ്ങനെയാണ് കാണുന്നത്? അതിനാ അല്ല, എന്താ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? എങ്ങനെയാണ് ആയിട്ടാണോ? ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. എല്ലാ വർഗീയ സംഘടനകളെയും ഞങ്ങൾ കൃത്യമായ നിലപാട് വെച്ചുകൊണ്ടാണ് അളന്നിട്ടുള്ളത്. അത് അങ്ങനെ പറയേണ്ടെന്നാണ് തീരുമാനിച്ചത്. പോരെ? അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പറയേണ്ടിയില്ല എന്ന്. അതല്ല, ഓരോ സ്ഥാനാർത്ഥി ഇപ്പം പറഞ്ഞല്ലോ, ഓരോരാളും പറഞ്ഞല്ലോ. ഇപ്പം മഞ്ചേശ്വരം സ്ഥാനാർത്ഥി പറഞ്ഞു SDP എന്ന് പറയുന്നത് മതനിരപേക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണെന്ന്. ആരാ പറയുന്നത്? UDFൻ്റെ സ്ഥാനാർത്ഥിയാണ് പറയുന്നത്. അങ്ങനെ പലരും ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിലാണ് മത്സരിക്കുന്നത്. മത്സരിച്ച് ഇപ്പോൾ ഇത്ര വരെ എത്തിയതിനു ശേഷം 3 ദിവസം മുമ്പ് മാത്രം വേറെ ആരെങ്കിലും ആ മുന്നണിയുടെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കുകയോ ഏതെങ്കിലും സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുകയോ സീറ്റ് കൊടുക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ. SDP അവരുടെ സ്വാധീനമുള്ള മണ്ഡലത്തിലെല്ലാം അവർ മത്സരിക്കുന്നുണ്ട്. പിന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് BJP ജയിക്കാതിരിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുന്നതാണ്. അങ്ങനെ സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടോ? അതല്ല അവർ തീരുമാനിക്കേണ്ടത്. ഞങ്ങൾക്കതിൽ യാതൊരു പ്രശ്നമില്ല. അതെ, അപ്പോൾ UDFൻ്റെ ഭാഗം തന്നെയല്ലേ അവന് ഈ ചെയർമാൻ എന്ത് വിലയുള്ളത്? നിങ്ങൾ അതിനല്ലേ പറയുന്നത് വൈരുദ്ധ്യം. അതായത് ചെയർമാൻ UDFൻ്റെ UDF അല്ല, ഒരു കാര്യമില്ല.
അവസരവാദപരമാണ്, നുണ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയേണ്ടത് അത് ഇന്ന് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് ഞാൻ പറയാം. സമാധാനത്തിൽ കേൾക്ക്. UDF ഭാഗമല്ലേ ലീഗ്, അല്ലേ? അതിന് സംശയമുണ്ടോ? ഇല്ല. UDF ചെയർമാനല്ലേ വി ഡി സതീശൻ? വി ഡി സതീശൻ ചെയർമാനായ UDF ഭാഗമായി മത്സരിക്കുന്ന മഞ്ചേശ്വരം സ്ഥാനാർത്ഥി ഇവർ മതനിരപേക്ഷവാദികളാണെന്നും അവരുടെ പിന്തുണ ഞാൻ വാങ്ങുമെന്നും SDP പറ്റി പറഞ്ഞത് പരസ്യമായ സ്റ്റേറ്റ്മെൻറ്റായി വന്നില്ലേ? പിന്നെ പറഞ്ഞതിനെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? അസംബന്ധം പറയാണ് വെറുതെ. ഇത് അല്ല, സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നവർ ഇന്ന ആളുടെ വോട്ട് മാത്രമേ വേണ്ടൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരുടെയും വോട്ട് വാങ്ങുകയാണെന്നല്ലേ സ്ഥാനാർത്ഥിയുടെ നിലപാട്. ഞാൻ പാർട്ടി രാഷ്ട്രീയ നിലപാടാണ് പറഞ്ഞത്. രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ ഇന്നേ വരെ എടുത്തുള്ള സമീപനം LDF പുറത്ത് വേറെ ആരെങ്കിലുമായി നിങ്ങൾ ആദ്യം ആരോപിച്ചതുപോലെ നിങ്ങൾ ആരോപിക്കുന്ന ഒരു ഡീലിൻ്റെ കാര്യമൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല എന്നാണ് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞത്. ഒരു ജില്ലയിലും ബാധിക്കില്ല എന്ന് മാത്രമല്ല, നല്ല രീതിയിൽ അവിടെ മുന്നേറി വരിക ജില്ല മുഴുവൻ. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതെല്ലാം വിട്ടു. ഇപ്പോൾ ആ ഡീലെല്ലാം വിട്ട് അവരെ തന്നെ ഡീലാകാൻ തുടങ്ങി. അതിനകത്തും ചിലത് ഞാനിപ്പോൾ കിടക്കുന്നില്ല. അത് 2 ദിവസമല്ലേ ഉള്ളൂ. 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൽ എക്സാണ്. അതൊന്നും മുതിർന്നതല്ല, അല്ല UDF ആണ്. അതിനൊന്നും പിന്നെ വേറെ വർത്താനം പറയേണ്ട കാര്യമില്ല. UDF ആയിട്ട് മാറി UDF ഭാഗമായിട്ട് മത്സരിക്കുമ്പോൾ പഴയ പാരമ്പര്യം ആലോചിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആരെപ്പറ്റി ഞാനതാ പറയുന്നത്. അതിൻ്റെ സംശയം അതെല്ലാം ചർച്ച ചെയ്യല്ലോ. എല്ലാം ചർച്ച ചെയ്തുകൊണ്ടല്ലേ ഞങ്ങൾ ഇലക്ഷൻ റിവ്യൂ പരിശോധിക്കുക. ഞങ്ങൾ ചർച്ച ചെയ്യല്ലോ. അതിനെന്താ സംശയം? പോയി എന്നുള്ളത് അതിന് ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ വ്യക്തതയുണ്ട്. ഇനി കുറേയും കൂടി വ്യക്തത വരുത്തും. ആര്? അല്ല എന്തിനു വെറുതെ അതിനെ ശ്രദ്ധയപ്പെടേണ്ട കാര്യം? എനിക്ക് പത്രസമ്മേളനം നടത്തേണ്ട സമയത്തിൽ ഞാൻ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്, ഇനി നടത്തും. ഞങ്ങൾ പൊതുവേ പത്രസമ്മേളനം നടത്താൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞാനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും മാത്രം പത്രസമ്മേളനം നടത്തുന്നതിന് പകരം ഞങ്ങൾ CPIM സംസ്ഥാന നേതൃത്വമാകെ സ്വരാജ് ആയാലും അതുപോലെ തന്നെ എളമരം കരീമായാലും EP ജയരാജനായാലും MP ജയരാജനായാലും ഇവരെല്ലാം പത്രസമ്മേളനം നടത്തണമെന്ന് ഞങ്ങൾ തന്നെ തീരുമാനിച്ച് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് സംഘടനാപരമായ ചുമതല കുറേയും കൂടി ആണ്ടിറങ്ങി പോകാൻ എല്ലാ ജില്ലയിലും ബാധ്യതകളുള്ളതുകൊണ്ട് ഞാൻ കുറേയും കൂടി അതിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പത്രസമ്മേളനം ഞാൻ എൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജാഥയിൽ എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തിയ ആളുടെ അതിനെന്ത് വിമുഖത കാണിക്കേണ്ട കാര്യം?